സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശം ആഘോഷമാക്കിയാണ് മുന്നണികൾ പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ചത്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. വ്യാഴാഴ്ച കേരളം വിധിയെഴുതും. മെയ് 4-നാണ് വോട്ടെണ്ണൽ. സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾ സ്വന്തം ലക്ഷ്യങ്ങളാക്കി മാറ്റി സേവനത്തെ സത്യപ്രതിജ്ഞയാക്കി ജീവിതം സമർപ്പിച്ച വികസന പാതയിൽ കണ്ണൂർ മണ്ഡലത്തെ മുന്നോട്ട് നയിക്കാൻ ദൃഢനിശ്ചയത്തോടെ എത്തിയിരിക്കുന്ന നമ്മുടെ സാരഥി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി വിജയിക്കേണ്ടത് ആവശ്യമാണ്. കാലഘട്ടത്തിന്റെ കർമ്മധീരനായ സാരഥി രാമചന്ദ്രൻ കടന്നപ്പള്ളി പിന്നാലെ കടന്നുവരികയാണ്. സ്നേഹമുള്ളവരെ കണ്ണൂർ മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, പരസ്യപ്രചരണം സമാപിച്ചിരിക്കുകയാണ്. കൊട്ടിക്കലാശം ആവേശഭരിതമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഓരോ മുന്നണിയിലെയും കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. എത്രമാത്രം പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ അവസാന മണിക്കൂറുകളിലെ ഈ പ്രവർത്തകരുടെയൊക്കെ തന്നെ പങ്കാളിത്തം മുന്നണികൾക്ക്? കഴിഞ്ഞ തവണത്തേതിലും വലിയ ഭൂരിപക്ഷം ഇത്തവണ കിട്ടും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഈ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലെത്തിക്കുന്ന തരത്തിലാണ് കൊട്ടിക്കലാശം നടന്നത്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിക്കലാശം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശത്തിന്റെ എല്ലാ ആവേശവും നമ്മൾ എല്ലാ മണ്ഡലങ്ങളിലും കണ്ടു. കണ്ണൂരിൽ അത് പാരമ്യത്തിലാണ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശത്തിന് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന കൊട്ടിക്കലാശമാണ് ഉണ്ടായത്. എന്തായാലും ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ് LDF നേതാക്കളുടെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF ജനങ്ങളെ സമീപിച്ചത്. അത് തുടർ ഭരണം ഉണ്ടാക്കും എന്ന ആത്മവിശ്വാസം LDF പ്രകടിപ്പിക്കുന്നു. നേരെ മറിച്ച് UDF ക്യാമ്പിലേക്ക് പോകുമ്പോൾ ശക്തമായ UDF അനുകൂല തരംഗം സംസ്ഥാനത്ത് അലയടിക്കും. ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ഇന്നും ആവർത്തിച്ചിട്ടുണ്ട്, ഭരണം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ UDFന് ശക്തമായ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം, രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് ഇന്നും ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടു. അപ്പോൾ അത്രയധികം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് UDF ക്യാമ്പും ഉള്ളത്. NDA ക്യാമ്പും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി NDA ക്യാമ്പും ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും വലിയ പ്രതീക്ഷയോടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക, അതിനൊപ്പം തന്നെ പല സീറ്റുകളിലും വിജയിക്കാൻ കഴിയുക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടി NDAയും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നത് കണ്ടു. അങ്ങനെ മൂന്ന് മുന്നണികളും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ ഈ അവസാന നിമിഷത്തിലും നമ്മൾ കണ്ടത്. അർജുൻ, LDF നേതാക്കളൊക്കെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഇത്തവണയും 100 സീറ്റിലധികം നേടി തുടർഭരണം ഉണ്ടാകുമെന്ന് തന്നെയാണ്. നേരത്തെ CPIയുടെ മുതിർന്ന നേതാവ് സന്തോഷ് കുമാർ MP പറഞ്ഞത് ഇത്തവണ LDFും UDFും ഹാട്രിക് അടിക്കും, LDF വിജയത്തിന്റെയും UDF പരാജയത്തിന്റേതുമാണ്. വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് LDF ഇത്തവണ. ഭരണവിരുദ്ധ വികാരമില്ല എന്ന ആ വിശ്വാസം തന്നെയാണോ LDFന് വലിയ പ്രതീക്ഷ നൽകുന്നത്?
തീർച്ചയായും അതേ രീതിയിൽ തന്നെയാണ്. അതായത് നമ്മൾ സംസാരിക്കുന്ന എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ പറയുന്നത് സംസ്ഥാനത്ത് ഒരു തരത്തിലും ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ്. അതിന് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം വികസനം ചർച്ചയായി എന്നുള്ളതാണ്. വികസനം വലിയ രീതിയിൽ ചർച്ചയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ്. വൻകിട വികസന പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ദേശീയപാത ഉൾപ്പെടെ ഗെയിൽ പൈപ്പ് ലൈൻ, അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം, ഇതൊക്കെ തന്നെ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടിയാണ് നടപ്പാക്കിയതെങ്കിൽ കൂടി സംസ്ഥാനത്തിന്റെ ഒരു ഇച്ഛാശക്തി അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു തരത്തിലും സംസ്ഥാന സർക്കാർ, അതായത് ഈ LDF സർക്കാരിന്റെ ഒരു പിന്തുണയില്ലെങ്കിൽ ഈ പദ്ധതികളൊന്നും നടപ്പാക്കാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് LDF നേതാക്കൾ പറയുന്നത്. അത് അത്തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, റോഡുകളായാലും പാലങ്ങളായാലും ആശുപത്രിയായാലും സ്കൂളുകളായാലും എല്ലാം നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ഈ കേരളത്തിലുണ്ടായ മാറ്റം നോക്കൂ എന്നുള്ളതാണ് LDF നേതാക്കൾ, LDF പ്രവർത്തകർ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഈ ക്യാമ്പയിനിൽ ഉടനീളം ഉന്നയിച്ച ഒരു വിഷയം. അതായത് സംസ്ഥാനത്ത് ഒരു തരത്തിലും ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു LDF, ഉറച്ചു പറയുന്നു നേതാക്കൾ. ഈ നേതാക്കളൊക്കെ തന്നെ പറയുന്നത് ആ കാര്യങ്ങളാണ്. രാഷ്ട്രീയമായ പല വിധത്തിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് കൊടുമ്പിരി കൊള്ളുമ്പോഴും LDF പറയുന്നത് വികസനത്തിലൂന്നിയ ഒരു പ്രചരണ പ്രവർത്തനത്തിലേക്കാണ്. സംസ്ഥാനത്തിന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ അത് തന്നെയാണ് LDFന്റെ ആത്മവിശ്വാസം. ഈ നേട്ടം തുടരണമെങ്കിൽ, വികസനം തുടരണമെങ്കിൽ LDF തുടരണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് കേരളത്തിന് തീരുമാനിക്കാം, അത് LDFക്കാർ മാത്രം തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല. ഈ നാടിന് തീരുമാനിക്കാം കേരളം എങ്ങോട്ട് പോകണം, ഏത് രീതിയിൽ പോകണം എന്ന കാര്യം തീരുമാനിക്കാം എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ നിന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ആ ആത്മവിശ്വാസം തന്നെയാണ് LDF നേതാക്കൾക്കുള്ളത്. അർജുൻ, മനോജ്, അതോടൊപ്പം തന്നെ ഇതേപോലെ തന്നെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് UDF നേതാക്കളും. നേരത്തെ മനോജ് സൂചിപ്പിച്ചു, ഇന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വലിയ വിജയം ഉണ്ടായില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന്. ഇത്രമാത്രം പ്രതീക്ഷ, ഇത്രമാത്രം വികസനം ഉണ്ടായി എന്ന് LDF അവകാശപ്പെടുമ്പോഴും ഇത്രമാത്രം പ്രതീക്ഷ UDF ക്യാമ്പിനും ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള പ്രധാന ഘടകങ്ങളായി അവർ കാണുന്നത് എന്താണ്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് LDF പറയുമ്പോൾ സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും പറഞ്ഞത് 100 സീറ്റ് എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകും, അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം, അതായത് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന കടുത്ത തീരുമാനമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിന് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. കോൺഗ്രസ് അണികളിൽ ഒരു ആത്മവിശ്വാസക്കുറവ് എന്നുള്ള രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് 100 സീറ്റിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ ഏതാണ്ട് 60-ലധികം സീറ്റ് അവർക്ക് പിടിച്ചെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് അത് സംഭവിക്കുക എന്നുള്ളതാണ് അവരെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പലവിധ കാരണങ്ങളുണ്ട്. ഈ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് നേരത്തെ വിശേഷിപ്പിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ LDF കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. ആ വിജയിച്ച മണ്ഡലങ്ങളിൽ നിന്നും അവിടുത്തെ MLA-മാർക്കെതിരായ ഒരു ഭരണവിരുദ്ധ, ആ MLA-മാർക്കെതിരായ ഒരു വികാരം അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ് UDFനെ ഏറ്റവും അലട്ടുന്ന ഒരു പ്രശ്നം. അപ്പോൾ ആ MLA-മാരെ തന്നെ വീണ്ടും രംഗത്തിറക്കിക്കൊണ്ട് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എങ്ങനെയാണ് അത് മറികടക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം, ഏറ്റവും UDFനെ അലട്ടുന്ന ഒരു ചോദ്യം. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇത്രയും 10 വർഷത്തെ LDFന്റെ ഭരണത്തിൽ അതിൽ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെയാണ് UDF കരുതുന്നത്. അതാണ് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം. പ്രതിപക്ഷ നേതാവ് VD സതീശനും അത് തന്നെയാണ് പറയുന്നത്. ഈ ഭരണം ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു. അതിൽ കുന്തമുന എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിലൊക്കെ നമ്മൾ കേട്ട ഒരു പാട്ടുണ്ട്. ഈ പോറ്റിയെ കേറ്റത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ആ പാട്ടിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും UDF വിശ്വാസം അർപ്പിക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ അലയടിച്ച ആ പാട്ടിന്റെ താളത്തിൽ ഒത്തു തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തിലും UDF ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലൊക്കെ പോയ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെ അതിന് ഒരു മറുപടി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രതിരോധത്തിൽ ആകുന്ന ഒരു സാഹചര്യം, അതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധി അവർക്കുണ്ടായത് ഈ വയനാട് ചൂരൽമല ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. ഫണ്ട് എവിടെ കോൺഗ്രസ്, വീടെവിടെ കോൺഗ്രസ് എന്ന് ചോദിച്ചുകൊണ്ടാണ് UDFനെ പ്രതിരോധത്തിലാക്കി. അത് ഈ അവസാന ലാപ്പിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് UDFനെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൊണ്ടും കൊടുത്തുമുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ UDFന്റെ
LDF-ന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്തുണ്ട്. അത് തങ്ങൾക്ക് അനുകൂലമായി മാറും എന്ന് തന്നെയാണ് UDF നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസം. ഭരണം കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് ആവർത്തിച്ച് പറയുന്ന VD സതീശന്റെ ആത്മവിശ്വാസവും ഈ ഭരണത്തിനെതിരായ ഭരണവിരുദ്ധ വികാരം എന്ന ഒറ്റ കാര്യത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അർജുൻ, അതോടൊപ്പം തന്നെ മനോജ്, NDAയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ NDAയും ഇത്തവണ വലിയ പ്രചരണം നടത്തിയിരുന്നു. ശക്തമായ പ്രചരണം LDF UDF മുന്നണികളെ പോലെ തന്നെ വാശിയേറിയ പ്രചരണം തന്നെ ഇത്തവണ NDA മുന്നണിയും കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP ദേശീയ പ്രസിഡന്റും ഉൾപ്പെടെ കേരളത്തിലെത്തി വിവിധ മണ്ഡലങ്ങളിലെത്തി പ്രചരണത്തിനെത്തുന്ന ഒരു സാഹചര്യം. ഇത്തവണ NDAയും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ LDF UDF മുന്നണികൾ ഈ NDA ഒരു ആശങ്കയായി കാണുന്നുണ്ടോ ഈ മുന്നണികൾ? തീർച്ചയായും അർജുൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് NDA തന്നെയാണ്. NDA നിർണായകം എന്ന് നമ്മൾ പറയുന്നത് NDA പിടിക്കുന്ന വോട്ടുകൾ അത് ഏത് മുന്നണിയെ ബാധിക്കും എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. അതായത് രണ്ട് മുന്നണികളിൽ നിന്നും വോട്ട് ചോരാൻ സാധ്യതയുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ മണ്ഡലങ്ങളിലും NDAക്ക് പ്രത്യേകിച്ച് BJP മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ വോട്ട് അവർക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കണ്ണൂരിൽ ഉൾപ്പെടെ കണ്ണൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 11,000-ഓളം വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് 17,000-ആയി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വിഹിതം വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വോട്ട് വിഹിതം വർദ്ധിക്കുമ്പോൾ അത് ഏത് മുന്നണിയെയാണ് ബാധിക്കുക? ഇത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. BJP വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ അത് രണ്ട് മുന്നണികളുടെയും നെഞ്ചിടിപ്പേറ്റും എന്നുള്ളതാണ്. നേരത്തെ BJPക്ക് വോട്ട് വർദ്ധിക്കുമ്പോൾ അത് UDF-ൽ നിന്ന് വൻതോതിൽ വോട്ട് ചോരുന്ന ഒരു സാഹചര്യം, ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് വർദ്ധിച്ചപ്പോൾ അത് LDF-ൽ നിന്നും വോട്ട് ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് മുന്നണികളിൽ നിന്നും വോട്ട് ചോരുമ്പോൾ NDA വലിയ തോതിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താകും ഈ രണ്ട് മുന്നണികളുടെയും ഒരു സ്ഥിതി? ഇത് കേരള രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ 11 മണ്ഡലങ്ങളിലും അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ ഇത്തവണ ഇരിക്കൂറിൽ ഉൾപ്പെടെ NDAയുടെ സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആശയങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ, ഭരണ കാര്യങ്ങൾ, നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വേദി എന്നുള്ള രീതിയിലാണ് NDA ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇത്തവണ നമ്മൾ കണ്ട സ്ഥാനാർത്ഥികളെല്ലാം പറഞ്ഞത് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം വിജയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. വോട്ട് വർദ്ധിപ്പിക്കുക എന്നത് മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അത് മാറി കേരളവും മാറും, നമ്മൾ ഭരിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ ആത്മവിശ്വാസം NDAയും പ്രകടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കണ്ടത്. സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ BJP നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ വോട്ട് വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ജയിക്കും എന്ന ഒരു പ്രതീതി എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. വരും തെരഞ്ഞെടുപ്പുകളിൽ അത് മുതൽക്കൂട്ടാകും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു പ്രചരണ പ്രവർത്തനത്തിലേക്ക് NDAയും പോയത്. വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. വോട്ട് വിഹിതത്തിൽ വലിയ വർധനവുണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കണ്ണൂരിൽ നമുക്ക് എടുത്താൽ കണ്ണൂരിൽ ഏതാണ്ട് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ 17,000 എന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതത്തിൽ നിന്നും വർദ്ധിപ്പിച്ച് 20,000-ൽ കൂടുതലേക്ക് അവർ എത്തും എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ വലിയ രീതിയിലുള്ള ഒരു അടിയൊഴുക്ക്, അട്ടിമറിയൊക്കെ തന്നെ കണ്ണൂരിൽ ഇത്തവണയും നമ്മൾ കാണേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കണ്ണൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നതിൻ്റെ ഒരു സാമ്പിൾ തന്നെയായിരിക്കും അത് എന്ന കാര്യം ഉറപ്പാണ്. മറ്റു മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും NDA നേടുന്ന വോട്ട് അത് നിർണായകമാണ്. അവർ വലിയ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ധർമ്മടത്ത് NDAയും LDF-ഉം തമ്മിലാണ് മത്സരം എന്നുവരെ NDA സ്ഥാനാർത്ഥിയെ K. രഞ്ജിത്ത് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കേട്ടതാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ് NDAയും ഇത്തവണ മുഴുകിയിട്ടുള്ളത്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് വിജയം എന്ന ഒരു കാര്യം കൂടി അവർ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. അർജുൻ, മനോജ്, കണ്ണൂർ ജില്ലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ 11 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങൾ മാത്രമാണ് UDF-നൊപ്പം നിലകൊണ്ടത്, ഇരിക്കൂറും പേരാവൂരും. ഇത്തവണ പക്ഷേ പേരാവൂരിൽ കനത്ത മത്സരമാണ് നടക്കുന്നത്. പ്രവചനാതീതമാണ് അവിടുത്തെ ഫലമെന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണികളുടെ കണ്ണൂർ ജില്ലയിലെ സീറ്റുകളുടെ കാര്യത്തിലുള്ള പ്രതീക്ഷകൾ ഏത് രീതിയിലാണ്? അർജുൻ, UDF കണ്ണൂരിൽ പ്രതീക്ഷിക്കുന്നത് ചുരുങ്ങിയത് 5 സീറ്റ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ തവണ 2 സീറ്റാണ് UDF-നുണ്ടായിരുന്നത്. ഇത്തവണ അത് അങ്ങനെ ആയിരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ വിലയിരുത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് കണ്ണൂർ
അഴീക്കോട് ഉൾപ്പെടെ 2 സീറ്റുകൾ നേരത്തെ ഉണ്ടായിരുന്ന പേരാവൂർ, ഇരിക്കൂർ എന്നതിന് പുറമെ കണ്ണൂർ, അഴീക്കോടും കൂത്തുപറമ്പും ഇത്തവണ ഉറപ്പായും പിടിക്കും. അതോടൊപ്പം തന്നെയാണ് തളിപ്പറമ്പിലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ കാണുന്നത്. അങ്ങനെ 5 or 6 സീറ്റ് ഇത്തവണ തങ്ങൾക്ക് ഉറപ്പായും കണ്ണൂർ ജില്ലയിൽ നിന്നും ഉണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് UDF പ്രകടിപ്പിക്കുന്നത്. ആ ആത്മവിശ്വാസത്തിന് അവർ പറയുന്നത് വലിയ രീതിയിലുള്ള അടിയൊഴുക്കുണ്ടാകും. കൂത്തുപറമ്പിൽ ഇത്തവണ എന്തായാലും ജയിക്കും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അങ്ങനെ പറയാനുണ്ടായ കാരണം അവർ പറയുന്നത് ജയന്തി രാജൻ എന്ന UDFന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകാര്യത അവിടെ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LDFൽ അവിടെ വലിയ രീതിയിലുള്ള പടലിപ്പിടക്കങ്ങളുണ്ട്, വോട്ട് ചോരും എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. PK പ്രവീൺ കുമാറാണ് LDFന്റെ സ്ഥാനാർത്ഥി, RJDയുടെ സ്ഥാനാർത്ഥിയാണ്. അവിടെ KP മോഹനെ മാറ്റി ഈ KP പ്രവീൺ വന്നതോടുകൂടി അവിടെ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുണ്ടാകും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിലുള്ളത്. അങ്ങനെ അവർ കൂത്തുപറമ്പ് ഇത്തവണ ഉറപ്പായും ജയിക്കും എന്ന് പറയുന്നുണ്ട്. ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പേരാവൂരിൽ അങ്ങനെയുള്ള ഒരു പോരാട്ടവുമില്ല. ഈസി വാക്ക് ഓവർ ലഭിക്കും, 10,000-ന് മുകളിൽ ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് UDF പറയുന്നത്. അതോടൊപ്പം തന്നെ അഴീക്കോട് ഇത്തവണ പിടിച്ചെടുക്കും. അഴീക്കോടും കണ്ണൂരും ഇത്തവണ ഉറപ്പായും UDF പിടിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം കൂടി ഈ നേതാക്കളൊക്കെ തന്നെ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. അവർ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അഴീക്കോട് മണ്ഡലത്തിൽ ഇത്തവണ എന്തായാലും ജയിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അതിന് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഈ വോട്ട് ചേർത്തിട്ടുണ്ട്. ഏതാണ്ട് 8,000-ലധികം വോട്ട് UDFന്റെ മാത്രമായി അവിടെ പുതിയ വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SIRുമായി ബന്ധപ്പെട്ട് ഈ അനധികൃതമായ വോട്ടർമാർ പൂർണ്ണമായും മാറിയിട്ടുണ്ട്. അപ്പോൾ കള്ളവോട്ടുണ്ടാകില്ല എന്നുള്ളതാണ് UDF പറയുന്ന മറ്റൊരു കാര്യം. അങ്ങനെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ വെച്ചാണ്. പുതിയ വോട്ടർമാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനം UDF ക്യാമ്പിൽ നടന്നിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം SIRുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പൗരത്വവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ രീതിയിൽ പുതുതായി വോട്ട് ചേർക്കുന്ന പ്രവർത്തനത്തിൽ പങ്കാളികളായി. അവരൊക്കെ തന്നെ വോട്ട് ചെയ്യും, ഇത്തവണ വോട്ട് ചെയ്യും, അത് പൗരത്വത്തിന്റെ പ്രശ്നമാണ് എന്നൊക്കെയുള്ള ഒരു പ്രചരണം നടന്നതുകൊണ്ട് അവർ വോട്ട് ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി UDF പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ആ വോട്ടിംഗ് പാറ്റേൺ ആണ് UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ. അതായത് ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ രീതിയിലുള്ള ഏകീകരണം സംഭവിക്കും എന്ന് തന്നെയാണ് UDF കരുതുന്നത്. അത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസവും. അങ്ങനെ കണ്ണൂരിൽ 5, 6 തളിപ്പറമ്പ് ഉൾപ്പെടെ 6 സീറ്റ് എന്നുള്ള വലിയ മോഹമാണ് ഈ UDF ക്യാമ്പിലുള്ളത്. എന്തായാലും അത് നടക്കുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയല്ല പേരാവൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ അവിടെ നടക്കുന്നു. ശൈലജ ടീച്ചർ എന്ന സ്ഥാനാർത്ഥി അവിടെ എത്തിയതോടുകൂടി അവിടുത്തെ ചിത്രം മാറുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. മനോജ്, അവസാനമായി ഒരു കാര്യം കൂടി. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്, കണ്ണൂർ ജില്ലാ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. തങ്ങളുടെ സമ്മതിദാനാവകാശം ധൈര്യപൂർവ്വം ആശങ്കയില്ലാതെ സമാധാനപരമായി വിനിയോഗിക്കാൻ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ പോലീസും സ്വീകരിച്ച സുരക്ഷാ നടപടികൾ എന്തൊക്കെയാണ്? അർജുൻ, അതിനു മുമ്പ് LDFന്റെ ഒരു പ്രതീക്ഷ കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. LDFന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് 10 സീറ്റാണ്. കഴിഞ്ഞ തവണ 9 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 10 സീറ്റ് എന്നാണ് LDFന്റെ ജില്ലാ കൺവീനർ N ചന്ദ്രൻ ഇന്ന് 3 മണിക്ക് വാർത്താ സമ്മേളനം നടത്തിയും അദ്ദേഹം പറഞ്ഞത് 10 സീറ്റ് ഒരു കളിയുമില്ല കണ്ണൂരിൽ എന്നുള്ളതാണ്. അതായത് ഇത്തവണ പേരാവൂർ പിടിച്ചെടുത്തിരിക്കും, KK ശൈലജയിലൂടെ പേരാവൂരും പിടിച്ചെടുത്തിരിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മത്സരം ഇരിക്കൂറിൽ മാത്രമാണ് മത്സരം. ആ ഇരിക്കൂറിലും ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള രീതിയിലാണ് LDF പറയുന്നത്. മറ്റ് കണ്ണൂരും അഴീക്കോടുമൊക്കെ ഈസി വാക്ക് ഓവർ എന്നുള്ള രീതിയിലേക്ക് അവർ പറയുന്നു. ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ 2 മണ്ഡലങ്ങളിലും ഉണ്ട്. ശക്തമായ ഒരു വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വോട്ടായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വലിയ ആത്മവിശ്വാസത്തോടു കൂടി LDF കേന്ദ്രങ്ങളും പറയുന്നു. അങ്ങനെ 10 സീറ്റിൽ ജയിക്കും എന്നുള്ളതാണ് LDFന്റെ ഒരു ആത്മവിശ്വാസം. അർജുൻ ചോദിച്ച കാര്യം സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അതും ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജും അതോടൊപ്പം തന്നെ റൂറൽ SP അനൂജ് പർവാളുമൊക്കെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വളരെ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ണൂരിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ബൂത്തിലും വെബ്കാസ്റ്റിംഗ് ഉണ്ട്. അകത്തു മാത്രമല്ല പുറത്തും വെബ്കാസ്റ്റിംഗ് ഉണ്ട്. എന്തെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിശക്തമായ നടപടി എന്നുള്ളതാണ് പോലീസിന്റെ ഒരു മുന്നറിയിപ്പ്. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. അതിശക്തമായ നടപടികൾ ഉണ്ടാകും. രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ
തന്നെ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇന്നത്തെ ഈ കൊട്ടിക്കലാശം. പോലീസിന്റെ അതിശക്തമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. മുന്നണികളുടെ കൊട്ടിക്കലാശത്തിന്റെ പ്രകടനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ അണികൾ ആത്മസംയമനം പാലിച്ചു, നേതാക്കൾ ആത്മസംയമനം പാലിച്ചു, ശക്തമായ പോലീസിന്റെ ക്രമീകരണങ്ങളും ഉണ്ടായി. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ ഏറ്റവും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ല എന്ന പേര് നമുക്ക് വേണം എന്നാണ് ഇന്ന് കളക്ടറും കമ്മീഷണറും റൂറൽ SP ഒക്കെ തന്നെ പറഞ്ഞത്. അതേ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏതാണ്ട് 15,000-ലധികം കേന്ദ്രസേന തന്നെ കണ്ണൂർ ജില്ലയിൽ ആകെ അണിനിരന്നിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും എന്തായാലും വോട്ടെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അർജുൻ.